കേരളത്തിൽ ഇസ്ലാം മതത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷം മലപ്പുറത്ത് നല്ല സ്ഥലം നോക്കിയിട്ട് മുസ്ലിങ്ങൾ പള്ളി കയറ്റി. അതിന് കാരണം കോട്ടക്കൽ നാടുവാഴിയുമായുള്ള യുദ്ധത്തിൽ മലപ്പുറം നാടുവാഴിയെ സഹായിച്ചതായിരുന്നു. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പള്ളി എടുക്കാം, അങ്ങാടി ഉണ്ടാക്കാം, വീടുകൾ നിർമ്മിക്കാം എന്ന് മലപ്പുറം നാടുവാഴിയായിരിക്കുന്ന പാറാനമ്പി ഓർഡർ കൊടുത്തതനുസരിച്ച് വളരെ നല്ല ഒരു പള്ളി, വളവ് നന്നായിട്ട് വിളയുന്ന, നെല്ല് വിളയുന്ന നല്ലൊരു പാടവും വലിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ എടുത്തു. അവർ കയറ്റിയ പള്ളിയെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട മൂയിൻകുട്ടി വൈദ്യർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. താലും ജനങ്ങൾ തൻ താണ്ടി കൽബും കൊണ്ടിരിപ്പിക്കും താഹിറു ജലവും ഹൗലാതിർപ്പത്താലെ മൂണ്ട് തട്ടുകൾ മികപണി മസ്ജിദ് അതിർപ്പം കെട്ടുകൾ തരമതിൽ അധികം ഉയർപ്പം കട്ടികൾ പടുവടിയനക മരിപ്പം താരഹി പത്രകൾ ചെത്തുകൾ ചിത്തിര ഭിക്ഷകളാൽ ചേലിൽ മീനൂക്കങ്ങൾ വോളിയിലെങ്കി തിളങ്ങുന്ന സീതാമീസ് ബാഹിനേതീരം പോലെ മറികഴിച്ചിതമുടി എളുകയും വളകൾ സുവീജ കഥബുകൾ അതിൽ ചില പണികൾ സുലാജ കതിർമയിൽ എതിർമകൾ മൂടിപ്പെട്ട് സാജ ചേരഹി ഉത്തരം മെത്തചിതത്തിലതാ. ആ പള്ളിയെ പറ്റി ഒരുപാട് വർണ്ണിക്കുന്നത് ആ കാലഘട്ടത്തിനനുസരിച്ച് പള്ളി കണ്ട ആളുകൾ ഇതിലുണ്ടോ? മലപ്പുറം പള്ളി കണ്ട ആളുകളുണ്ടോ ഇതിലാരെങ്കിലും? നമ്മുടെ ഈ കഥ നടക്കുന്ന, ഈ ചരിത്രം സംഭവിച്ച ഈ പള്ളി, വലിയങ്ങാടിയുള്ള പള്ളി കണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയിക്കും. കണ്ടിട്ടില്ല അല്ലേ? കണ്ട ആളുകളുണ്ടോന്നറിയില്ല. ഏതായാലും ഇന്ന് നിലവിലുള്ള പള്ളിയെ വർണ്ണിച്ചുകൊണ്ടാണ് സത്യത്തിൽ പാടിയിട്ടുള്ളത്. സത്യത്തിൽ ഇന്ന് നമ്മുടെ ഈ ചരിത്രം നടക്കുന്ന സമയത്ത് ഒരു ഓലപ്പള്ളിയാണത്. പക്ഷെ ഇന്ന് നിലവിലുള്ള, എപ്പോ മാറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ ഞാൻ കുറഞ്ഞ കാലം മുമ്പ് പോയപ്പോഴും ആ പഴയ രൂപത്തിലുള്ള വലിയ ഉത്തരങ്ങളും മറ്റും ഒക്കെ വലിയ തേക്കുകളെ കൊണ്ടുണ്ടാക്കിയ പള്ളി, അതിന്റെ പഴയ പള്ളി കണ്ട ആളുകൾക്കറിയാലോ, അതിന്റെ ആ ചിത്രപ്പണികളും മറ്റും ഇതൊക്കെ വർണ്ണിച്ചുകൊണ്ട് പളങ്കുകൾ ഇങ്ങനെ തൂക്കി മിഹ്റാബിൽ തൂക്കിയിട്ട് ഇതൊക്കെ പലർക്കും, മെമ്പറിൽ തൂക്കിയിട്ടത് പലർക്കും അറിയാലോ. അപ്പൊ ഇങ്ങനെയുള്ള ആ പള്ളിയെ വളരെ ഭംഗിയായ രൂപത്തിൽ, പിന്നെ ഒരു കവികൾ വർണ്ണിക്കുക എന്ന് പറയുമ്പോൾ ആ കവിക്ക് ഒരു പ്രത്യേക കഴിവുകളാണ്. ഈ കവികൾ വല്ലാതെ വർണ്ണിക്കും. കവികൾ, ഈ വർണ്ണന എന്ന് പറയുന്നത് കവികൾക്ക് കൂടുതലാണ്. പെണ്ണുങ്ങളെ കണ്ട് വർണ്ണിച്ചാല് പിന്നെ തക്കാളിച്ചുണ്ട്, പിന്നെന്താ നിലാവിന്റെ നിറം എന്നൊക്കെ പറയും. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞ തക്കാളി പോലെ ആയിരിക്കും ചുണ്ടൊക്കെ. ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പതിവാണ്. അപ്പോ പിന്നെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഈ പള്ളിയെ പറ്റി പറഞ്ഞതിന് ശേഷം അവിടെ ഒന്നാമത്തെ പാറനമ്പി, ഇതിനൊക്കെ ഓർഡർ കൊടുത്ത പാറനമ്പി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവിടെ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് പകരം വന്ന രണ്ടാം പാറനമ്പി അല്പം പിന്നെ വർഗീയ ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം മനസ്സിലിങ്ങനെ കരുതുകയാണ്, ഹിനം പാവീച്ചല്ലോ ജോനക്കൂലുകൾ കെട്ടിനാഗിരി പള്ളി ചട്ടമാലെ അതിലൊക്കെ ബാങ്കും ചൊൽ നാമത്താലോ പനന്നവർക്കിന്റെ പനം കോടും ഭഗിയും മൂർത്തിപ്പോൾ ചോഗ്യമായി അധികമേ ബക്കേലായി നാം കൂലം ബക്കിയല്ലോ. അദ്ദേഹം മനസ്സിൽ കരുതുകയാണ്, രാജാവ് വളരെയധികം സ്ഥാനമാനങ്ങൾ ഈ മാപ്പിളക്ക് കൊടുത്തതും അവര് പള്ളിയും ഉണ്ടാക്കി ഏത് സമയത്തും ബാങ്ക്, ഏത് സമയത്തും നിസ്കാരം, നോമ്പ്, ഇങ്ങനെ അവരുടെ ഇബാദത്തുമായി കൊണ്ട് കൂടുന്നത് നാം ചോദിക്കുന്നത് മോശമായി പോയി.
എന്ന് ഇദ്ദേഹം മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്, മറ്റൊന്നുമല്ല, ഉനപ്പേടുത്തുന്ന ദിനത്തേരു പള്ളി ഒക്കായിരിക്കുന്നിലക്ക വേണം, ഇവകളെ ഒത്തൂരാക്കിയിട്ടിന്റെ മതിരക്കാർ മണിത്തോരുമിത്ത് പണത്തീരോക്കെയും മങ്കിക്കൂറ് കണ്ടടങ്കി ബാരെ, ഇത് പടിപാളും പണ്ടും വാളും പണ്ടേ പാലെ നാളും ചെണ്ടാൽ. അങ്ങനെ അദ്ദേഹം വിചാരിക്കുകയാണ്, ഈ പള്ളി ഇവിടെ നിന്നുകൊണ്ട് കളയണം, അവർക്ക് എത്രമാത്രം സ്ഥാനമാനങ്ങൾ കൊടുത്തുകൂടാ, ഇങ്ങനെയൊന്നും അവരെ പരിഗണിച്ചുകൂടാ, അതുകൊണ്ട് ഈ പള്ളി ഇവിടെ നിന്ന് കളയണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു ഉമ്മപ്പെട്ട മക്കളെപ്പോലെ, ഒരു പിതാവിന്റെ മക്കളെപ്പോലെ അവരുടെ പരസ്പരം ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ ഐക്യം കണ്ടപ്പോ പെട്ടെന്ന് എടുത്തു ചാടിയാൽ അത് വലിയ അപകടത്തിലേക്ക് ചാടും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കിയിട്ട് രണ്ടാം പറമ്പി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറനാട് ഭാഗത്തിൽ നിന്ന് 3 ആളുകൾ രാജ്യം കാണാൻ വേണ്ടിയിട്ട് പല നാടുകളും ചുറ്റി സഞ്ചരിച്ച കൂട്ടത്തിൽ മലപ്പുറം നാടുവാഴിയുടെ അടുക്കിലും അവർ വന്നു. എമ്പാറുടൽ പമ്പും കരുത്തും പെറ്റോർ ഏറ്റം വടൽ തായം ശുചാഴത്തുറ്റോർ ബമ്പർ ഒരു മോണ്ട് റഫീഖോരുമായി വളരെ ബിലാദുകൾ നടപ്പോരുമായി നമ്പാർ മലൈ പൂറ തണുമ്പി പാറ നമ്പിതുര മുൻചെണ്ടിരിന്ത് പാറാൽ കുമ്പക്കരിയോ കപ്പയമോം കണ്ടു കൂട്ടപ്പുരി വീശ കൊടിയും നെയ്യും. അങ്ങനെയാണ് ഈ സമയത്ത് അലിമരക്കാരി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളോട് കൂടെ പല നാടുകളും ചുറ്റി സഞ്ചരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ നാട് കാണുക എന്നുള്ളത് ഒരു രസകരമായിരിക്കും. ഇപ്പൊ ഇതിന് മുമ്പ് നമ്മൾ കണ്ടല്ലോ, കുറച്ച് ആൾക്കാരെ 4 മലയാളികൾ പല നാടുകളും ചുറ്റി സഞ്ചരിച്ച് നാട്ടിലെത്തിയത് എന്നതുപോലെ ഇവര് പഴയ കാലത്ത് തന്നെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ 2 ആളുകളോട് കൂടെ അള്ളാഹു തആല പറഞ്ഞതാണ് സീറൂഫില്ലർദിന്ന്, ഭൂമിയിൽ കൂടെ നടന്നിട്ട് അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണാൻ, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇവര് 3 പേരും പല നാടുകളും ചുറ്റി സഞ്ചരിച്ച് പോയ കൂട്ടത്തിൽ മലപ്പുറം നാടുവാടിയെ ഒന്ന് കണ്ട് പോകാം എന്ന് വിചാരിച്ച് അവരും മലപ്പുറത്ത് പോയി. അങ്ങനെ പോയ സമയത്ത് കൂട്ടത്തിലുള്ള അലിമരക്കാരെ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ആകാര ഭംഗി, തന്റെ ശരീരത്തിന്റെ ആ ഭംഗിയൊക്കെ അങ്ങനെ കണ്ടപ്പോ കൂട്ടപ്പുരീമീശ കൊടിയും വെയ്യും അങ്ങനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഞെട്ടിപ്പോണ രൂപത്തിലുള്ള അത്ര വലിയ ഗാംഭീര്യമുള്ളൊരു ശരീരമാണ് അലിമരക്കാരുടെ ശരീരം. മാത്രമല്ല കൂട്ടപ്പുരി എന്നാൽ ഈ പുരികം സെൻട്രൽ ഇങ്ങനെ ക്യാപ്പില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പുരികമായിരുന്നു. അപ്പൊ തന്നെ ആളുടെ ഗൗരവം കൂടുമല്ലോ. മെയ്യും കനൽ കണ്ണും മാത്രമല്ല, അങ്ങനെ കണ്ണിനെ കണ്ടാൽ പെട്ടെന്ന് ഇപ്പണ്ട് കത്തിപ്പോവും ആ രൂപത്തിലുള്ള കണ്ണ്, ചുവന്ന കണ്ണുണ്ടെങ്കിൽ തന്നെ ആളുടെ ഗൗരവം കൂടും. പുലിമുഖവും, മുഖത്തേക്ക് നോക്കാവില്ല, പുലിന്റെ മുഖത്തേക്ക് നോക്കിയമാര് മെറ്റേ കരുത്തും പോർ പഠിത്തൂകവും ഇങ്ങനെയുള്ള ഒരു കായികാഭ്യാസിയായിരിക്കുന്ന അടിമരക്കാരെ പാറനമ്പി കാണുകയാണ്. പൊയ്യൻ കണ്ണിൻ തഞ്ചിമൊളിന്തൂലക്ക് പൊറുമീജനെ കോടെ തരുവേനൊക്കെ മയ്യനും വങ്കം വിടുത്താമൊരുപ്പാൻ മാറ്റും മതിയാമേ ഇവൻ ജയിപ്പാൻ. അപ്പൊ ഇത്ര വലിയ ആകാര ഭംഗിയുള്ള ആയുധശേഷിയുള്ള കായികാഭ്യാസിയായിരിക്കുന്ന അലിമരക്കാരെ കണ്ടപ്പോൾ രാജാവിനൊരാഗ്രഹം. രാജാവ് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ
ഇവിടെ എന്റെ ഉദ്യോഗസ്ഥനായിക്കൊണ്ട്, ഈ കൊട്ടാരത്തിലെ ജോലിക്കാരനായിക്കൊണ്ട് ഇവിടെ നിൽക്കാം. നിനക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ ഞാൻ നൽകാം. രാജാവിന്റെ മനസ്സിലും മറ്റു ചില ആഗ്രഹങ്ങളാണ്. ഒന്ന്, നികുതി പിരിക്കാൻ ഈ വിഷയത്തിലാണ് എപ്പോഴും തെറ്റാറുള്ളത്. ആളുകളുമായിക്കൊണ്ട് എപ്പോഴും പ്രശ്നമുണ്ടാവാറുള്ളത് നികുതി പിരിക്കുമ്പോഴാണ്. പണം കൊടുക്കാത്ത ആൾക്കാർക്ക് എന്നും മടിയുള്ള കാര്യം. അതുകൊണ്ട് ഈ കാര്യത്തിന് ഇവനെ ഏൽപ്പിക്കാം. മറ്റൊന്ന്, വല്ല യുദ്ധങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇവന്റെ ഈ കരുത്ത്, ഇവന്റെ ഈ തടി നമുക്കതിന് ഉപയോഗിക്കാം. ആ യുദ്ധം ചെയ്യിക്കാൻ ഇവൻ കാരണമായി തീരുമെന്ന് രാജാവ് മനസ്സിൽ ഓർക്കുകയാണ്. വയ്യുമുറി ചുറ്റേ കവൽ ബോധ്യമായി ബമ്പറിനതി പോലെ പൊറുപോരുമായി ഇടരാതൊരു ദേശം പരതി ചുറ്റും ഇടന്താൽ കുല കൊന്നും പിടിത്തും വിറ്റും. അപ്പൊ നികുതി പിരിക്കുന്ന ജോലിയാണ് അരിമരക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നികുതി പിരിക്കുന്ന ജോലി ഏൽപ്പിച്ചപ്പോ അവിടെ പറഞ്ഞ കരാറ് എന്താണ്? ഒന്ന്, ആരെങ്കിലും നികുതി തന്നിട്ടില്ല എങ്കിൽ ഏത് വിധേനയാണോ അത് ലഭിക്കുന്നത് ആ രൂപത്തിൽ ആ നികുതി പിരിച്ചോളം എന്നാണ്. അതിന് കൊലപാതകം നടത്തണമെങ്കിൽ കൊലപാതകം നടത്താം, അതിന് കുഴപ്പമില്ല. എന്തെങ്കിലും പിടിച്ച് അതിന് നികുതി തരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും വസൂലാക്കാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും എടുത്ത് വിൽക്കാൻ പറ്റുമെങ്കിൽ അതെടുത്ത് വിൽക്കാം, അതിനും കുഴപ്പമില്ല. ആകെയുള്ള ഷർത്ത് എന്തുള്ളൂ? പകുതി പകുതി, നുസ്. പകുതി അലിമരക്കാർക്കുള്ളതാണ്, പകുതി രാജാവിനുള്ളതാണ്. ഇതാണ് കരാറ്. അപ്പൊ രാജാവ് പറഞ്ഞതനുസരിച്ച് അലിമരക്കാർ നികുതി പിരിക്കാൻ തുടങ്ങി. ആരെങ്കിലും അതിനെ തടയാൻ നിന്നാൽ അവിടെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വസൂലാക്കും, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തും. ഇത് രാജാവ് പറഞ്ഞതനുസരിച്ച് അലിമരക്കാരെ തന്റെ ജോലി കൃത്യമായി കൊണ്ട് ഏറ്റെടുത്തു മുന്നോട്ട് പോവുകയാണ്. എടുക്കുന്നതിൽ പകുതി തന്റെ യജമാതനക്കീന്തും പലേ നാജന്റെ ഒടുക്കം ഷഹീദാവാൻ സബബുന്നേ ഒരു നാൾ മറുകര പടി തന്നിന്നേ. പിന്നെ എന്താണ് അദ്ദേഹവും പാറനമ്പിയും തമ്മിലുണ്ടായ പ്രശ്നം? ആ പ്രശ്നത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞതോടെ ഇതോടുകൂടെ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. ആ ചരിത്രം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മലപ്പുറം പലരും ഇഷ്ടംപോലെ കേട്ടതായിരിക്കും. അതുകൊണ്ട് ഈ ആവർത്തന വിരസത എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാത്തത്. ഏതായാലും ഇവിടെ എന്താണ് പറഞ്ഞത്? അവസാനം അദ്ദേഹവും പാറനമ്പിയും തമ്മിലുണ്ടായ ഒരു പ്രശ്നം. ആ പ്രശ്നം വിട്ടവർ മാണ്ടെങ്കി പിറകെ പതിയൂരാർക്കരേശം പൊങ്കി കുടുംബക്കാരുടെ മക്കാരും പോഷൻ തിരുമന്തൻ തണുണ്ടാവരും. അവിടെ ഉണ്ടായ പ്രശ്നം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഈടാക്കാൻ പറ്റുമെങ്കിൽ ഈടാക്കുക, അല്ലെങ്കിൽ അത് പിന്നെ പറ്റില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക. ഈ രൂപത്തിൽ അലിമരക്കാർ വളരെ ഭംഗിയായിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നതിന്റെ ഇടയിൽ പൊന്മള ഭാഗത്തുള്ള തന്റെ രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അടിമയെ പിടിച്ചു വിൽക്കേണ്ടി വന്നു. അവര് ഇത് കൊടുക്കാൻ വിസമ്മതിച്ചപ്പോ, അവര് നികുതി കൊടുക്കാൻ വിസമ്മതിച്ചപ്പോ അവരിൽപ്പെട്ട ഒരു അടിമയെ പിടിച്ചു വിറ്റു. അത് രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആയിരുന്നു. ഇക്കാരണത്താൽ ഭയങ്കര പ്രശ്നമായി. കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ബിഞ്ചി അളൂരുറ്റാർ എമൈകൾ നാടും വീണ്ടും മൊഴിത്തൂപൻ ദിവിയുടെ പ്രഭു, ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. ഞങ്ങള് ഇനി അവിടെ താമസിക്കുന്നില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ കൊട്ടാരത്തിലേക്ക് വരിക. ഇനി ഇവിടെ കൂടുകയാണ് ഞങ്ങൾ. വളരെ മോശമായ ഒരു കാര്യമല്ലേ നിങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ചെയ്തത്? മുൻകാലമിൽ എങ്കൾ പതിയിൽ തൊല്ല മുന്നോറൊരു പേരും ചെയ്തിട്ടില്ല. എങ്കൾ സതം ഇന്ത്യ തലത്താടിമാ എല്ലോ നമ്മിൽ ചെയ്താർ മഹാകോടുമാ. അല്ല പ്രഭു,
പ്രഭു, എന്താണ് കാണുന്നത്, എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് എത്രമാത്രം ധിക്കാരപരമായി കൊണ്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ഇതിന്റെ മുമ്പ് നിങ്ങൾ നികുതി പിരിക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവരൊന്നും ചെയ്യാത്ത അത്ര ക്രൂരമായ കൃത്യമല്ലേ ഈ അടിമ ചെയ്തത്? അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജാവിനെ വല്ലാതെ പിരികേറ്റാൻ തുടങ്ങി. കുടുംബക്കാർ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് കുടുംബക്കിനി ജോന കരുത്തൻ തന്ന കൊല്ലാതിരിക്കൽ കേടാനേകം വന്ന അടവേ മൊളിന്തേട്ടം മുതലും നൽകി അത് കേട്ടുടൻ മന്നൻ ചിലരോടേകി. അപ്പൊ ഈ സംഭവം നടക്കുമ്പോ പിന്നെ ഇത് പറഞ്ഞിട്ട് അവര് കണ്ടമാനം സ്വത്ത് രാജാവിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് കൊടുന്നു കൊടുത്തു. രാജാവിനെ സോപ്പിടാൻ വേണ്ടി ഈ സ്വത്തും കൊടുത്തപ്പോ രാജാവിന് വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു മാനസികമായിരിക്കുന്ന പ്രശ്നം വന്നു. അദ്ദേഹം പറഞ്ഞു, വേഗം പോയിട്ട് അടിമരക്കാരോട് ഇവിടെ നിന്ന് വരാൻ പറയൂ, അടിമരക്കാരോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. അപ്പോ സാധാരണ രൂപത്തിൽ അലമരക്കാരെന്ത് വിചാരിച്ചു, കൊട്ടാരത്തിലേക്ക് തന്റെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന, തന്റെ യജമാനനായിരിക്കുന്ന താറമ്പിയാണ് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഓഫീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ രാത്രി അല്ലെങ്കിൽ നമ്മുടെ ഗഫീറമാരൊക്കെ വിളിക്കുന്നത് പോലെ ഉള്ള ഒരു വിളിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. അദ്ദേഹം യാതൊരു പ്രശ്നമില്ലാതെ പോവണം. ആ സമയത്ത് പുറപ്പെട്ടരീകരുമൈക്കവാഫിറിൻ കൂട്ടവേ നടത്തി പുകളൈ സൂട്ടിയവർ അവരെ ചില മികബലവർക്ക് കൂടുതൽ ഹറച്ചെവിടെക്കെണ്ടും തിരമയറിന്തുരക്കി കുളര ചതി ചെയ്യുവാനുള്ള തുല്യമിരുന്തുരക്കി. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. ഈ സമയത്ത് അദ്ദേഹം പോവുകയാണ്. ആ പോകുന്ന സമയത്ത് പൂളക്കമണ്ണ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ഈ പള്ളിയുടെ അടുത്തുള്ള ആ പാടം. പിന്നെ മുമ്പ് സുന്നി സമ്മേളനം കഴിഞ്ഞിരുന്ന നമ്മുടെ സുന്നി സമ്മേളനം നടന്നിരുന്നു. 79 മുമ്പാണ്, എനിക്ക് ശരിക്കും ഓർമ്മല്ല, കൃത്യമായ ടൈം ഇത് ഓർമ്മല്ല, 84 ഒക്കെ തോന്നുന്നുണ്ട്. ഏതാണ് ആ സമയത്ത് നടന്ന ആ സ്ഥലം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് കുട്ടികൾ മാറോട്ട് കളി എന്ന് പറയുന്നൊരു കളി, ആ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അടിമരക്കാരൻ നിരായുധനായിക്കൊണ്ട് ആയുധമില്ലാതെ തന്റെ ചില ആളുകളോട് കൂടെ, കൊട്ടാരത്തിലുള്ള ചില ആളുകളോട് കൂടെ അദ്ദേഹം പോകുന്ന ഈ പോക്ക് കണ്ടപ്പോ കുട്ടികൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവര് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ചോദിച്ചു. ഞാൻ എന്റെ യജമാനിന്റെ അടുക്കലേക്ക്. പക്ഷെ വളരെ ചതി ചെയ്യുവാനുള്ള വലിയ ഇതെന്തുരക്കെ എന്തോ ഈ സമയത്ത് ഈ പോക്ക് അത്ര പന്തിയല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് അറിയത്തിതി പലരക്കിലിൽ അറിയ ചതിപ്പെടുത്തേ കരുതിയുമേ അതിന് സഭൽ പൊടുതമിതം കരുത്തേ മറയും സേഫും മൊഴിക്കേട്ടുടൻ മുറക്കി മതന്തെടുത്ത് മണ്ണുരുണ്ട് പമ്പി മണ്ണിരിപ്പത്ത്. അതുകൊണ്ട് അലിവർക്കാരെ അവിടുന്ന് പോകണമെന്ന് കുഴപ്പമില്ല, പക്ഷെ ആയുധം കയ്യിൽ വെച്ചിട്ട് പോയാൽ മതി. ഒരു മുന്നൊരുക്കം, ഒരു മുൻകരുതൽ വേണം. പല ആളുകളെയും ചതിച്ച് പല പ്രശ്നങ്ങളുണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് മുന്നൊരുക്കങ്ങളില്ലാതെ ഒരിക്കലും പോയത് കേട്ടോ എന്ന് കുട്ടികളാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോ, ഈ കുട്ടികളോട് ഈ ഉപദേശം കേട്ടപ്പോ അദ്ദേഹത്തിനും അത് തോന്നി. കാരണം ഈ ആ സമയത്തുള്ള വിളി അതൊരു യോജിപ്പുള്ള വിളിയാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വേഗം വീട്ടിൽ പോയിട്ട് ആയുധങ്ങളുമായി കൊണ്ട് ആണ് നമ്പിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഇതൊന്ന് ചിന്തയിക്കടുവ നിന്റെ പഠിക്കുന്ന ഒരു ക്ഷണത്തിൽ ഇരിക്കാലിയിൽ നരിക്കൊല്ലമുൾ മരക്കർബന്ധുണർത്തി കടുക അറിപ്പെടുകമല്ലേ പിടിപ്പതുരാവിടുത്തി കയ്യിൽ നിപ്പുള്ള അയിൽ പെട്ടതിൻ പയിൽ ചെപ്പുക മശത്തിൽ. അവിടെ ചെന്നിട്ട് പറഞ്ഞു, 2 കാലുള്ള ഇരിക്കാലിയായിരിക്കുന്ന പുലിക്കോലമുള്ള, എന്നാൽ ഒറിജിനൽ പുലി മരക്കാരിതാ എത്തിയിട്ടുണ്ട്, മരക്കാരോട് എത്തിയിട്ടുണ്ട്.
പക്ഷെ കയ്യിൽ ആയുധമുണ്ട് പ്രഭു എന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റ് പറഞ്ഞ ഒരു നല്ല രൂപത്തിൽ ചെന്നിട്ട് അലിമർക്കാരോട് ആയുധം വെച്ച് ഇങ്ങോട്ട് കയറാൻ പറയൂന്നാണ്. പിട കേട്ടവർ ചോദ്യക്കൂട്ടിന്റെ പുലിയിൽ വിനയാതൊന്നും നിനയാതിനെ ഉനയായുധം തുവിയിൽ കുടിമന്തിരി മുതൽ ചിന്തലിൽ ഉടമ്പിണ്ട ഒരു സഭയിൽ കൊഞ്ഞത് മാണിമൊഴി താനും എന്നതിൽ ഉദ്യോഗസ്ഥന്മാര് ചെന്നിട്ട് പറഞ്ഞാല് മരക്കാരെ നിങ്ങളോട് ആയുധം വെച്ചിങ്ങോട്ട് കയറാൻ പറഞ്ഞു. ആയുധം വെച്ചിങ്ങോട്ട് കയറിക്കോളോണം. അപ്പൊ അലിമരക്കാര് പറഞ്ഞു ആയുധം വെക്കണമെങ്കിൽ എന്റെ പ്രഭു എന്നോടും പറയട്ടെ, എന്റെ യജമാനോട് പറയട്ടെ, നിങ്ങൾ ആരാണ് അവിടുത്തെ എന്ന് ചോദിച്ച് അവരോട് പറഞ്ഞു ഞാൻ ആയുധം വെക്കണമെങ്കിൽ എന്റെ പ്രഭു എന്നോട് പറയട്ടെ, അപ്പൊ അത് ആലോചിക്കാം. എണ്ടത് കേട്ടുടൻ ചെണ്ടങ്കാമാത്തിയതിനത്താനീയവൻ തൻ യതിമഹമന പത്തയമാണ്ടമിൻ മിത്തേമുകളാനേ ഉണ്ടേക്ക് ജമ്മല്ലാരം പാട്ടിയും നീല വാതിൽ തൂറുന്താനീയാതുമ്മൽ ഊക്കന്നീരിന്തോരു കൈശീരസും പോറ തെട്ടിനവർത്താനേ. അപ്പോ പാറകമ്പി ഈ സംഭവം കൊട്ടാരത്തിന്റെ ഒന്നാം സ്റ്റെപ്പിൽ നിന്ന്, അതായത് ഒന്നാം ഫ്ലാറ്റിൽ നിന്ന്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ വീട് കണ്ട ആളുകൾക്കറിയാം മത്താരണ എന്ന് പറഞ്ഞിട്ട് ഈ ജനല് പോലെ ഹജ്ജികൾ കമ്പികളൊന്നുമില്ലാത്ത വാതിലുകൾ ഒന്നിച്ചു തുറന്നു വെക്കാൻ പറ്റുന്ന ഒരു സ്വിസ് ഡോറുണ്ട്. അതിന് മത്താരണ എന്നൊക്കെ പഴയ ഭാഷയിൽ അങ്ങനെ പറയാൻ പോകുന്നുണ്ട്. മനസ്സിലായവർക്ക് മനസ്സിലാവും. അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏകദേശം ജനല് പോലെയാണ്. പക്ഷെ അതിന്റെ അടിയിൽ ഹജ്ജുകൾ ഉണ്ടാകും. ഈ ജനൽ തുറന്നു വെച്ചാൽ ഒന്നിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് കാണാനും ഒക്കെ കഴിയും. അപ്പൊ ഇത് തുറന്നു വെച്ചിട്ട് പാറനമ്പി തന്റെ ഒരു പെരടിക്ക് കയ്യും കൊടുത്തിട്ട് അദ്ദേഹം ഇതിങ്ങനെ ഇരുന്ന് കാണുക. അങ്ങനെ പുണ്ടരിയോടൂരി വന്നാവൻ മന്ദിരി മാൽക്കാലിൽ ചൊന്താനീ അതിന് പുല്ലിയിൽ ചെത്തിയുടെ ചൊല്ലുകൾ കേൾപ്പത് നല്ലതു നയിക്കാരേ വിണ്ടവർ ഇന്ത യജമാനുവ കൂറുവാൻ എന്ന സബബാനേ ഉടനെ വീരനും തെറിവാസിറുകളെ കൂറുമ്പോൾ വീറാതെ ചെയ്യുവാനേ. അടിമരക്കാരോട് പാറനമ്പി ഈ ഒന്നാം ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഒന്നാം നിലയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അടിമരക്കാരെ മന്ത്രിമാർ പറയുന്നത് പോലെ കേൾക്കലാണ് നിനക്ക് നല്ലത്. നീ ആ ആയുധം വെച്ചിങ്ങോട്ട് കയറൂ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞപ്പോ അടിമരക്കാർ ചോദിച്ചു, അല്ല പ്രഭു, എന്താണ് താങ്കൾ എന്നോട് ഇങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കണ്ടതിനുത്തിരം ചിന്തിയേനെ ഭീഷത്തെന്തിനെ ജമാനേ താരിത്താൽ അങ്കമാണ്ടെങ്കിൽ വഴങ്ങുവാനിങ്കാണോ സംഗീതമില്ലാരേ. അല്ല പ്രഭു, എന്നെ ഒരു പെട്ടുമാണിയെ പോലെ നട്ടപ്പാതിര സമയത്ത് ഈ രാത്രി സമയത്ത് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചു കൊണ്ടുവരികയും ഈ സമയത്ത് എന്നോട് ആവശ്യം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറയുകയും ചെയ്യാൻ മാത്രം എന്തൊരു തെറ്റാണ് പ്രഭു ഞാൻ ചെയ്തത്? പറയൂ. ആ തെറ്റ് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ എനിക്ക് ആയുധം വെക്കുന്നതിനോ മറ്റൊന്നിനും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയണം പ്രഭു. അപ്പോ എന്നിട്ട് അരിമർക്കാർ തന്നെ പറയാണ്, മുൻതീനം പോലല്ലേ എന്റെ അടിമന പന്താലെ വിട്ടാനീ അതിന്മാൽ മറ്റും തരമണു പറ്റാതെ ഞാൻ അതിൽ തെറ്റെന്ത് ചെയ്താരേ. ഞാനൊരു അടിമയെ പിടിച്ച് വിറ്റു എന്നുള്ളത് ശരിയാണ്. അത് ഇന്ന് മാത്രമുള്ളതല്ലോ, ഇതിനു മുമ്പ് ഞാൻ പിടിച്ചു വിറ്റിട്ടില്ലേ? അതിന്റെ പകുതി യജമാനന് തന്നിട്ടും ഇല്ലേ? എന്നും ഞാൻ വിറ്റ അടിമയെ അതിന്റെ പകുതി ഞാൻ തന്നിട്ടുണ്ടല്ലോ പ്രഭു. അത് ഞാൻ തൊട്ടടിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താണ് പ്രഭു ഞാൻ ചെയ്ത തെറ്റ്? പറയൂ. ചിന്തേ കോശൽക്കാരു ബന്ധുടമക്കുള്ളാണുണ്ടൽ കൂട്ടും പാനീയൻ മുന്നിൽ ചേതം ശീക്കായത്താതോരുന്നവരുടെ ബോധം വരുത്താനേ. പന്തിയൻ ചെൽ കേട്ടോരന്തി പകൽ ഒക്കെ സ്വന്തം മറയ്ക്കാനേ അകത്തില് പാർത്തിയിട വേണ്ട നീ ഓർത്തിയിടക്കായുധം നിർത്താൻ മറ്റുണ്ടാലേ.
ആ സമയത്ത് പാറനമ്പി പറഞ്ഞു, പൊന്നാരടിമക്കാരെ, നീ ആ വിറ്റത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അടിമയാണ് ആ വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്റെ കുടുംബക്കാരെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നിന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി മാത്രം 24 മണിക്കൂറിന് മുമ്പ് നിന്നെ തുറന്നുവിടാം, അറസ്റ്റ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി മാത്രം നിന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് തർക്കത്തിനൊന്നും നിൽക്കാതെ ആ ആയുധം വെച്ച് ഒന്ന് കയറും ഇങ്ങോട്ട്. മത്തീരൻ കൂടലിനൊത്തീരം പേരെതറൂരത്തൂമിത്താനീതിൻകേൽ മിക്ക നാളൊക്കെ എനിക്ക് കണക്കെ ഒതക്കമേ ചെയ്താനേ. ഇത്തരം ആകുമ്പോൾ ശത്രുവാലെ ഒരുത്തരിവാക്കാനേ തരിത്ത് ഇഷ്ടം മൂറിത്തത് യഷ്കുടമല്ലായൻ ദുഷ്കാലം കൊണ്ടാനേ. ആ സമയത്ത് അരിമർക്കാർ പറഞ്ഞു, പൊന്നാര പ്രഭു, ഇത്രയും കാലം ഞാൻ ഇവിടെ വന്നത് ജോലി അന്വേഷിച്ചുകൊണ്ട് വന്നതല്ല. ഞാൻ നാട് കാണാൻ വേണ്ടി വന്നപ്പോൾ താങ്കളാണ് എന്നോട് കൊട്ടാരത്തിലെ ജോലി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതുവരെയും അവിടുത്തെ കൽപ്പനയ്ക്ക് എതിരായിക്കൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്താണ് അവിടുന്ന് പറയുന്നത്? അത് അക്ഷരം പ്രതി സ്വീകരിച്ച സ്വഭാവമേ എനിക്കുള്ളൂ, ആ പതിവേ എനിക്കുള്ളൂ. അത് താങ്കൾക്കും അറിയുന്നതാണ്. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടും ഇല്ല. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഞാന് എന്റെ ശത്രുവായിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഏഷണി കൂട്ടി തരുമ്പോഴേക്ക് അത് കേട്ടുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന അങ്ങയുടെ ഈ നടപടി ഉണ്ടല്ലോ, എന്തായാലും എനിക്കത് നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല. എന്റെ കഷ്ടകാലത്തിന്റെ 1-ാം തീയതി ഇവിടെ തുടങ്ങുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വിത്തും ചേവിത്ത് ചീനത്ത് പെരുത്ത് പെരുത്ത് കലമാനേ ഒഴിത്ത് വെക്കായുധം വേണ്ടാതു കുരിച്ചിൽ പോലെ വെക്കട്ടയോ ഞാനേ. അപ്പൊ നമ്മുടെ അറബികൾ പറയും പോലെ കലാം കസീറൊന്നും വേണ്ട, ഗിരിഗിരിക്ക് മാഫി കസീർ. അവിടെ വല്ലാതെ നീ സംസാരിക്കാൻ നിൽക്കണ്ട, സംസാരം ഉപേക്ഷിച്ചിട്ട് ആ ആയുധം വെച്ചുകൊണ്ട് കയറുക എന്ന് പറഞ്ഞപ്പോ ആ പാറനമ്പി ചോദിച്ചു, ഞാൻ ആയുധം വെക്കട്ടെ? ചിത്തീരം മേടി ഉയർത്തി സലാസമറത്തറു കേട്ടാനേ ഓമിത്താൻ ചെത്തിയതല്ലാതെ തപ്പാതെ ഞാനിതാ വെപ്പഞ്ഞുട്ടാനേ. 3 പ്രാവശ്യം വീണ്ടും 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 ആവർത്തിച്ച് ചോദിച്ചു, പ്രഭു ഞാൻ ആയുധം വെക്കട്ടെ എന്ന് വെച്ചു. വെച്ചോളൂ പ്രഭു, ഞാൻ ആയുധം വെക്കട്ടെ? വെച്ചോളൂ. വീണ്ടും ചോദിച്ചു, ഞാൻ ആയുധം വെക്കട്ടെ പ്രഭു? വെച്ചോളൂ. 3-ാമത്തെ പ്രാവശ്യം സമ്മതം കിട്ടിയപ്പോ ആയുധം വെച്ചു. പക്ഷെ ആയുധം വെച്ചത് പാറനമ്പിയുടെ കഴുത്തിലായിരുന്നു എന്ന് മാത്രം. വിട്ടുസാലിസരിവട്ടം കൂടിച്ചു മടിട്ട് ചാട്ടിക്കട്ടുപ്പില്ലേ, ഊറ്റമുറ്റ പുലിമാട്ടി വീട്ടിക്കട്ടു ചാട്ടമട്ടമുശരത്തില്ലേ, ഒറ്റ വെട്ടി കൊടുത്തിട്ട് പോറ്റിയത് കട്ടിലച്ചെടിയുമറ്റതായി ഊടു കീറുമിണ്ട കേടം സീരുമ്പിടെ കൂടി പാണ്ടി മുറയായതായി. വെക്കട്ടെ വെച്ചോളൂ പറഞ്ഞപ്പോ അലിവരക്കാര് താഴെ നിന്നൊരൊറ്റ ചാട്ടം ചാടിയിട്ട് പാറനമ്പിയുടെ കഴുത്ത് നായതാണ് വെച്ചു. അയ്യോ എന്ന് പറഞ്ഞിട്ട് പാറന്നിട്ട് തല ഒടിച്ചു. പക്ഷെ കൈ ഒടിക്കാൻ പറ്റിയില്ല. ഈ കഴുത്തിനെ ലക്ഷ്യമാക്കിയ വെട്ടുകൊണ്ടത് തന്റെ കയ്യിലായിരുന്നു. ഇവിടെ അരിമരക്കാർ ചോദിക്കുന്നത് എന്റെ കഴുത്തിൽ വെക്കട്ടെ എന്നാണ്. അപ്പൊ സമ്മതം കിട്ടിയപ്പോ നന്നായിട്ടാണ് വെച്ചു കൊടുത്തു. അത് കൊണ്ടത് കയ്യിലായിരുന്നു, തലക്ക് വെച്ചത് കയ്യിലായിരുന്നു കൊണ്ടത്. വെട്ടിൽ തലതല്ലിയും ക്ഷണമില വെട്ടിബലം കയ്യും മുറിപെടും വീട്ടിന്റെ സമയം ദുരയവം പിന്തു സ്വരമയ്യോ നിലവിളി കൊണ്ടുരുന്നയ്യോ കമികുതിർ കണ്ട് വരവയ്യോ ഈശ്വരബിലത്താൽ കുതുകുലത്താൽ കലകലക്കും കുലുകുലുക്കും ചെയ്യുഫതിൽ പോക്കുകൾ ചുട്ടുത്തീടയും ഇരുപ്പാർ ചിലർ കരുപ്പാതിന് ഒരു കാലമേ ഇരിക്കാതെ മരിക്കാമെരിമരിക്കാരെയും വിടവിടയെടുത്ത് ഇടപിടിക്കടുകട പിടിപിടിച്ചെടു ചെണ്ട ചെട്ടുപട വിരുദ്ധമഹപുലി ഒരുമിൽ കലകിടം ശരിയില്ല രിഷമിൽ പൊറുതി കുഫറുകളിൽ കട്ടിതാളുമില്ല കീറ്റി പാനം തടുത്തിട്ടും മാറ്റിയവർ വെട്ടലായി കാട്ടും നീട്ടി ചില ചോട്ടിൽ ചാട്ടുതൊഴിൽ കൂട്ടിപ്പാട്ടിൽ അമർത്താട്ടലായി. ഈ സമയത്ത്
ഇതിട്ട് വെട്ടിക്കൊണ്ടതോടുകൂടെ, കയ്യിന് വെട്ടങ്ങിട്ട് കൊണ്ടതോടുകൂടെ പറഞ്ഞു, അയ്യോ ഈശ്വരാ സാധിച്ചല്ലോ, ഈ ബേട്ടൻ സാധിച്ചല്ലോ, മാപ്പിള സാധിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അട്ടഹാസം തുടങ്ങി. ഇങ്ങനെ അട്ടഹാസം തുടങ്ങിയ സമയത്ത് പട്ടാളക്കാരൻ 4 ഭാഗത്തും തോക്കുകളും കത്തികളും മറ്റ് ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അലിമരക്കാരൻ വളഞ്ഞിട്ട് പിടിക്കാൻ തുടങ്ങി. എന്നാൽ അലിമരക്കാർ വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷ്യമല്ല, ശക്തമായി കൊണ്ട് തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ 4 ഭാഗത്തുമുള്ള ശത്രുക്കളെ അദ്ദേഹം നേരിടുകയാണ്. അങ്ങനെ എങ്ങനെ ആണെങ്കിലും ഒരു മനുഷ്യനല്ലേ, അതിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമല്ലോ. ഈ സമയത്ത് തന്റെ സുഹൃത്തായിരിക്കുന്ന കുഞ്ഞഹമ്മദ് ഈ വിവരം കേട്ടിട്ട് എത്തി. അണ്ടനേരം ഇവ കണ്ട് കുഞ്ഞഹമ്മദന്റെ തോളിന് കൊലപാട്ടിയെ, ആരബീർ പോലെ അവർ സൂരി ഊരിയുടെ ചാട്ടിയേ, മണ്ടകൂരവരെ കണ്ട് തോൾക്കുരലിൽ ചെണ്ട് കുത്തി ഉടൽ കീറിയെ, മച്ചിലച്ഛനും ഒളിച്ചടച്ച് കഥ വച്ച മെച്ചമണ്ണ മേടിയേ. തന്റെ സുഹൃത്തായിരിക്കുന്ന കുഞ്ഞഹമ്മദ് വന്നിട്ട് തന്റെ ഉറയിൽ നിന്ന് കത്തി ഊരിയിട്ട് തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ശത്രുക്കൾ അദ്ദേഹം വകവരുത്തുകയാണ്, കുത്തിക്കീറുകയാണ്. ഇവിടെ രാജാവ് അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വാതിൽ അടച്ചു എന്ന് മാത്രമല്ല, വാതിൽ അടച്ചിട്ട് ആണിയടിച്ച് ഒരിക്കലും ഈ തള്ളി തുറന്നാൽ പോലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ ആണിയടിച്ചുകൊണ്ട് അദ്ദേഹം ഭദ്രമാക്കുകയാണ് അതിന്റെ ഉള്ളിൽ ഓടിച്ചിരുന്നിട്ട്. പെണ്ടികളും സെബികൾ വടുവടും പൂത്ത കിളവിയറുകൾ മനയിലെ നിണ്ട് അലമുടകൾ ആശ്രമെ പെട്ട് പിന്നെ പുലിയെ കടിമുറി പറ്റി വിടുവതിലെ ഉളരിനെ പട്ടിയുടെ പടിയെ അറയിലെ വിളത്തെ തുര ഒളിത്തേങ്ങതിനകത്തെ നില വിളിത്തേ കസറിയെടുത്തേ കഥവടത്തെ സബ് വിരത്തോർമണി പരത്തോർമുന തുരക്കി പട മുറിച്ച് തടി കൊതിത്തേ ചിലർ കുതിത്തേ വഴി ബലിക ദൂരവരുവാരുമെ കെളുവതിൽ തിരികെ കോട്ടിയും പടുവർ ചാണ്ടവെ പിറകി അയരവും മുറയും വിളിക്കട്ടെ പിറകെ ഹൊജഅലി പിറകിൽ ഇനവരും ഇണ്ടവർ നടവേ തുണ്ടും ചെണ്ട് ചീലറുണ്ട് മഞ്ചി പശമകവേ. ഈ സമയത്ത് കൊട്ടാരത്തിന്റെ ഉള്ളിലെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. പെണ്ണുകൾ, അവിടെയുള്ള കിളവികൾ കരയുന്നു, കുട്ടികൾ അലമുറയിടുന്നു, രാജാവ് ഓട്ടി ഒളിക്കുകയാണ്. ആളുകൾ തടിയും കൊണ്ട് തന്റെ കിട്ടിയ ജീവനം കൊണ്ട് ഓടുകയാണ്. പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഓതാ വരുന്നു അരിമരക്കാര്. എവിടെ നോക്കിയാലും അരിമരക്കാര്, വലത്തോട്ട് തിരിഞ്ഞാലും അരിമരക്കാര്, ഇടത്തോട്ട് തിരിഞ്ഞാലും അരിമരക്കാര്. ഈ കോലത്തിൽ അരിമരക്കാരില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞഹമ്മദ് ഈ രൂപത്തിൽ കണ്ട് പേടിച്ച് വിറച്ച് അവര് പോവുകയാണ്. കേട്ടി ചില കൂട്ടം മോട്ടർ ആണ് തീറ്റി തോട്ടി ചിലർ സാകുകയും പല ആളുകളും അതിൽ മരണപ്പെട്ടുപോയി. അങ്ങനെ ചിലർ ചങ്കപ്പെടുകയും പിന്നെ കൊടുമയിൽ വീരനാളിൽ മരക്കറക്കാത്ത മീലെ വെടിക്കൊണ്ടേ അധികമേ കൊണ്ടേ ചിട്ടിക്കതും മുറ്റവീലം കെട്ടതും മൺപെട്ടതും ചോട്ടി തത്തിക്കിത്തി ചാടി പോട്ടു തീണ്ടേ കാലം വീട്ടും പുലി പോലെ പോരുതവർ തളരവെ വീലും സമയമേ പോളർ കുഞ്ഞഹ്മദ് അവരന്റെ ഒരു തുറമുണ്ടേ അവരന്റെ ഒരു തുറമുണ്ടേ. അങ്ങനെ അപ്പോഴേക്കും അടിമരക്കാരുടെ കാലിൽ വെടിയേറ്റ് അദ്ദേഹം തളർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അടിമരക്കാരുടെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് നേരത്തെ അദ്ദേഹത്തിനെ സഹായിച്ച കുഞ്ഞഹമ്മദ് തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കത്തി ഊരി കുത്തിയതൽ മത്തിരുന്നടുത്തനകം ചെയ്യും വെടി വെട്ടുമ്മയിൽ പാലിപ്പേട്ട് വലിയവന്റെ അരുണാല 7 പേരും പൂവി തന്നെ ബലി ഷഹീദുകളെ പൊഴുതില്ലേ നില നിന്റെ പോളവർ അവരുണ്ട് ക്ഷണം നില നിന്റെ പോളർ അവരുണ്ട് മണ്ടിയെത്തി 2 കത്തി കൊണ്ട് കുത്തിച്ചുണ്ട് മറ്റേ കാട്ടക്കവീരിൽ തീറ്റി കലക്കീണ്ടേ പാലപ്പൂറം കൂറി ചെയ്തേലൊരു വെടികളും കൊണ്ടതല്ലവർ വെണ്ണം പുല്ലും തോണ്ടേ ശശിബാഹനെ കൗലുണ്ടാറിവാനേ. 2 പേരും തളർന്നിരിക്കുകയാണ്. 2 കൈയിലും കത്തി വെച്ചുകൊണ്ട് ശക്തമാർക്കുന്ന യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 2 പേരും തളർന്നുപോയി.
അങ്ങനെ രണ്ടുപേരും ഷഹീദാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് പൽക്കരമരക്കാരൻ ഒരു കാല് ചുരുക്കി ഒരു കാല് നീട്ടി മറ്റിഞ്ചാലി സാക്കിയെ എതിയോടെ ദീർഘത്തിൽ ഫഹദീനിൽ പരത്തി വൈത്തേൽ സൈഫതിന്മേലിൽ അണൈത്താവർ ഇരിപ്പായേലോഹിൽ കൊടിപ്പായേ ഇരിപ്പായേലോഹിൽ കൊടിപ്പായേ എത്തിനെ വാക്കതിൽ താടിത്തവർ നീരത്തിനെ നോക്കി അടുത്തപ്പോക്കെന്നോട് കാഫിർ മാതിത്തവൻ മാറിത്തവൻ മോറത്തിട്ടും മോറക്കമൽ വാളിൻ തലമേലെ നീളി പിടിത്താവൻ ബലിത്താനേ അപ്പോൾ താലിപ്പാനേ. ഏകദേശം തന്റെ മരണം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അരിമരക്കാരൻ. ആ സമയത്ത് ഇരിക്കുന്ന ഇരുത്തം കാല് നീട്ടിവെച്ച് തന്റെ തൊടയിലേക്ക് ഈ വാള് പരത്തിവെച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അലിമരക്കാർ മരിച്ചിട്ടുണ്ടോ ഇല്ലേ, ഏകദേശം തന്നെ മരിച്ച കോലത്തിലാണ് ഇരിക്കുന്നത്. ഏതായാലും എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാഫിർ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വാള് വെല്ലൊന്ന് വലിച്ചു. വെല്ലാണ് വലിച്ചോടുകൂടെ മറ്റിലോടു തട്ടി തട്ടി വിട്ടതൊട്ടി പറ്റിയൊരുഷ്ടം തീന മോടിപ്പെട്ട് വീണെ ചാക്കപ്പേടേ ബാധിക്കപ്പെട്ടൊരൻ പുലി വീഴുകയെ ഷഹീദാകെ മൂടൻ അരികരം തൊണ്ടി സുവനിലെ ശരിഹൂരാ നിങ്ങൾ കിഴിപോരാ ബന്ധു ശരിഹൂരാ നിങ്ങൾ കിഴിപോരാ. അങ്ങനെ ഇദ്ദേഹം വന്ന് വാട് വലിച്ചതോടുകൂടെ ഫുട്ബോൾ തട്ടുമ്പോൾ ഒരൊറ്റ തട്ട് ഈ ശത്രുവിനെ തട്ടി. ഇവൻ മേലോട്ടങ്ങ് ഉയർന്നപ്പോഴേക്കും താഴെ വരുമ്പോഴേക്ക് ഈ വാട് പരത്തി അവിടെ വെച്ചു കൊടുത്തു. പരത്തി വെച്ചു കൊടുത്തപ്പോൾ എന്തുണ്ടായത്, അവന്റെ രണ്ട് കാല് രണ്ട് ഭാഗത്തേക്കും ഉടല് മറ്റൊരു ഭാഗത്തേക്കുമായിട്ട് 3 കഷ്ണമായിട്ടാണ് മുറിഞ്ഞു. അവസാന നിമിഷത്തിൽ പോലും ശത്രുവിനെ വകവഹിച്ചതിന് ശേഷം ഈ ലോകത്തോട് ഈ രണ്ടുപേരും ബഹുമാനപ്പെട്ട അരിമരക്കാർ എന്ന് പറയുന്ന ആളും കുഞ്ഞി അഹമ്മദ് എന്ന് പറയുന്ന ആളും ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുഹദാക്കളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഇരുവീട്ടിലും നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.